ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി 20-21 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ഫെബ്രുവരിയിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം എത്ര വർഷത്തേക്ക് കൂടിയാണ് അദാനി ഗ്രൂപ്പിന് നീട്ടി നൽകിയത്? 5 വർഷം. 2024 ഫെബ്രുവരിയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം 5 വർഷത്തേക്ക് കൂടിയാണ് അദാനി ഗ്രൂപ്പിന് നീട്ടി നൽകിയത്. ഇതോടുകൂടി വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് 65 വർഷത്തേക്ക് ലഭിച്ചു. ആദ്യത്തെ കരാർ പ്രകാരം 40 വർഷവും പിന്നീട് സ്വന്തം നിലയിൽ 2-3 ഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കിയതിനാൽ 20 വർഷം അധികവും, കൂടാതെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം നിർമ്മാണ പ്രവർത്തികൾ വൈകിയതിനാൽ 5 വർഷം കൂടി അധികവുമാണ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചത്. ഇങ്ങനെയാണ് ആകെ 65 വർഷം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് ലഭിച്ചത്. ഇതോടെ സർക്കാരിന്റെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖം കൈമാറുക 2075-ലായിരിക്കും. 2024 ഫെബ്രുവരിയിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് 2024 ഫെബ്രുവരിയിൽ കരസേന ഉപമേധാവിയായി ചുമതലയേറ്റ വ്യക്തി. ഏത് ഇന്ത്യൻ നഗരത്തിലാണ് വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സമയം ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുന്നത്? ബംഗളൂരു. ബംഗളൂരു നഗരത്തിലാണ് വാഹനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സമയം ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ ഗ്രാമപഞ്ചായത്തായി മാറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്തെ ആദ്യ പ്രഥമ ശുശ്രൂഷ ഗ്രാമപഞ്ചായത്തായി മാറിയ ഗ്രാമപഞ്ചായത്ത്. ബ്രസീലിന്റെ G20 അധ്യക്ഷ പദവിയിൽ നടക്കുന്ന ആദ്യ G20 ഔദ്യോഗിക പരിപാടി ഏതാണ്? വിദേശ മന്ത്രിതല യോഗം. ബ്രസീലിന്റെ G20 അധ്യക്ഷ പദവിയിൽ നടക്കുന്ന ആദ്യ G20 ഔദ്യോഗിക പരിപാടിയാണ് വിദേശ മന്ത്രിതല യോഗം. ഫെബ്രുവരി 21-22 തീയതികളിലാണ് വിദേശ മന്ത്രിതല യോഗം നടക്കുന്നത്. 2023 ഡിസംബർ 1-നാണ് ഇന്ത്യയിൽ നിന്നും ബ്രസീൽ G20 അധ്യക്ഷ പദവി ഏറ്റെടുത്തത്. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി സ്ഥാപിതമാകുന്ന പെയ്ഡ് വാസസ്ഥലങ്ങളുടെ പേരെന്താണ്? വയോ സെന്ററുകൾ. സാമൂഹിക നീതി വകുപ്പിന്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി സ്ഥാപിതമാകുന്ന പെയ്ഡ് വാസസ്ഥലങ്ങളുടെ പേരാണ് വയോ സെന്ററുകൾ. തനിച്ച് താമസിക്കുന്നവരും വരുമാനമുള്ളവരുമായ വയോജനങ്ങൾക്ക് ഒരുമിച്ച് സുരക്ഷിതമായി താമസിക്കാനുള്ള ഇടങ്ങളായിരിക്കും വയോ സെന്ററുകൾ. കണ്ണൂരിലാണ് ആദ്യത്തെ വയോ സെന്റർ സ്ഥാപിതമാകുന്നത്. കർഷകരുടെ മൊബൈലിലേക്ക് കാലാവസ്ഥാ വിവരം നേരിട്ട് SMS ആയി എത്തിക്കുന്നതിന് തുടക്കം കുറിച്ച സ്ഥാപനം ഏതാണ്? കേരള കാർഷിക സർവകലാശാല. കർഷകരുടെ മൊബൈലിലേക്ക് കാലാവസ്ഥാ വിവരം നേരിട്ട് SMS ആയി എത്തിക്കുന്നതിന് തുടക്കം കുറിച്ച സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാല. ലക്ഷദ്വീപിലെ ഏത് ദ്വീപിലാണ് ഇന്ത്യ നാവികത്താവളം സ്ഥാപിക്കുന്നത്? മിനിക്കോയ് ദ്വീപ്. ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലാണ് ഇന്ത്യ പുതുതായി നാവികത്താവളം സ്ഥാപിക്കുന്നത്. INS ജഡായു എന്നാണ് ഈ നാവികത്താവളത്തിന്റെ പേര്. അറബിക്കടലിലെ റഡാർ എന്നാകും ഈ നാവികത്താവളം അറിയപ്പെടുക. സംസ്ഥാനത്തെ ആദ്യ കോമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ. സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ്
ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിതമായത് കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിലാണ്. സോഹോ കമ്പനിയുമായി സഹകരിച്ചാണ് സർക്കാർ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് സ്ഥാപിച്ചത്. ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ശ്രീപതി. തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീപതിയാണ് ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. കന്നുകുട്ടികളുടെ പരിചരണത്തിന് 12,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സർക്കാർ പദ്ധതി ഏതാണ്? ഗോവർദ്ധനി പദ്ധതി. കന്നുകുട്ടികളുടെ പരിചരണത്തിന് 12,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന സർക്കാർ പദ്ധതിയുടെ പേരാണ് ഗോവർദ്ധനി പദ്ധതി. 11 മാസമായി മുടങ്ങിക്കിടന്നിരുന്ന പദ്ധതിക്ക് സർക്കാർ വീണ്ടും തുക അനുവദിച്ചിട്ടുണ്ട്. കണ്ണിലെ ക്യാൻസർ ചികിത്സിക്കുന്നതിനുള്ള ഒക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ വിജയകരമായി നടത്തിയ കേരളത്തിലെ സർക്കാർ ആശുപത്രി ഏതാണ്? മലബാർ ക്യാൻസർ സെന്റർ, തലശ്ശേരി. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററാണ് കണ്ണിലെ ക്യാൻസർ ചികിത്സിക്കുന്നതിനുള്ള ഒക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി ചികിത്സ വിജയകരമായി നടത്തിയ കേരളത്തിലെ സർക്കാർ ആശുപത്രി. കണ്ണ് നീക്കം ചെയ്യാതെ കണ്ണിന്റെ കാഴ്ച നിലനിർത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതിയാണ് ഒക്യുലാർ പ്ലാക്ക് ബ്രാക്കി തെറാപ്പി. തേനിന്റെ ശുദ്ധത പരിശോധിക്കാനായി തയ്യാറാക്കിയ സമഗ്ര വെബ് ആപ്ലിക്കേഷന്റെ പേരെന്താണ്? സുമധു. സുമധു എന്ന വെബ് ആപ്ലിക്കേഷനാണ് തേനിന്റെ ശുദ്ധത പരിശോധിക്കാനായി തയ്യാറാക്കിയ വെബ് ആപ്ലിക്കേഷൻ. പ്രമുഖ ആയുർവേദ ഗവേഷണ വികസന സ്ഥാപനമായ പതഞ്ജലി ഗ്രൂപ്പാണ് ഈ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സംരംഭക സെമിനാറിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച ആപ്പിനുള്ള പുരസ്കാരം ലഭിച്ചത് സുമധു ആപ്പിനാണ്. ജീവചരിത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജീവചരിത്ര അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ഡോക്ടർ എഴുമറ്റൂർ രാജവർമ്മ. ജീവചരിത്ര സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജീവചരിത്ര അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ഡോക്ടർ എഴുമറ്റൂർ രാജവർമ്മ. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ബാഫ്റ്റയിൽ 7 പുരസ്കാരങ്ങൾ നേടിയ ഹോളിവുഡ് ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമർ എന്ന ഹോളിവുഡ് ചിത്രമാണ് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് ബാഫ്റ്റയിൽ 7 പുരസ്കാരങ്ങൾ നേടിയത്. അണുബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമറുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ, മികച്ച നടൻ കിലിയൻ മർഫി എന്നിവ അടക്കം 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ കരസ്ഥമാക്കിയത്. ഏത് പ്രദേശത്തെ മേയർ തിരഞ്ഞെടുപ്പ് ഫലമാണ് സുപ്രീം കോടതി 2024 ഫെബ്രുവരിയിൽ റദ്ദ് ചെയ്തത്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലെ മേയർ തിരഞ്ഞെടുപ്പ് ഫലമാണ് സുപ്രീം കോടതി 2024 ഫെബ്രുവരിയിൽ റദ്ദ് ചെയ്തത്. കേരളത്തിൽ ആദ്യമായി മുഴുവൻ അങ്കണവാടികളെയും ഡിജിറ്റൈസ് ചെയ്ത ആദ്യ നഗരസഭ ഏതാണ്? ആന്തൂർ നഗരസഭ. കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയാണ് കേരളത്തിൽ ആദ്യമായി മുഴുവൻ അങ്കണവാടികളെയും ഡിജിറ്റൈസ് ചെയ്ത ആദ്യ നഗരസഭ. കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധി ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭാംഗത്വം നേടിയത്? രാജസ്ഥാൻ. രാജസ്ഥാനിൽ നിന്നാണ് കോൺഗ്രസ് നേതാവ് സോണിയ ഗാന്ധി രാജ്യസഭാംഗത്വം നേടിയത്. ഡീസൽ ഓട്ടോറിക്ഷകളുടെ കാലാവധി എത്ര വർഷമായി വർദ്ധിപ്പിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്? 22 വർഷം. ഡീസൽ ഓട്ടോറിക്ഷകളുടെ കാലാവധി 22 വർഷമായി വർദ്ധിപ്പിച്ചാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത്.
കേരള ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതിയുടെ പേരെന്താണ്? ഗൃഹശ്രീ. ഗൃഹശ്രീ എന്ന പേരുള്ള പാർപ്പിട പദ്ധതിയാണ് കേരള ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന പാർപ്പിട പദ്ധതി. കുറെ കാലമായി തുകയൊന്നും അനുവദിക്കാതിരുന്ന ഈ പദ്ധതിക്കായി ഇത്തവണ സർക്കാർ തുക അനുവദിച്ചിട്ടുണ്ട്. ഗുണഭോക്താവിന് 3 ലക്ഷം രൂപയാണ് ഗൃഹശ്രീ പദ്ധതി വഴി സഹായധനമായി ലഭിക്കുക. 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണയുൽപാദന കിണർ ഏതാണ്? ബോംബെ ഹൈ അല്ലെ മുംബൈ ഹൈ ഫീൽഡ്. 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണയുൽപാദന കിണറാണ് ബോംബെ ഹൈ മുംബൈ ഹൈ ഫീൽഡ്. ഇന്ത്യയും റഷ്യയും ചേർന്നാണ് അറബിക്കടലിൽ ഈ എണ്ണക്കിണർ കണ്ടെത്തിയത്. ഇന്ത്യയുടെ നിധി എന്നാണ് ഈ എണ്ണക്കിണറിനെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ഏത് സംസ്ഥാനത്തിലാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽപാതയിലാണ് ഈ തുരങ്കപാത സ്ഥിതി ചെയ്യുന്നത്. T50 എന്നാണ് 12.77 കിലോമീറ്റർ നീളമുള്ള ഈ തുരങ്കപാതയുടെ പേര്. T50. ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജൻ ആരാണ്? അശ്വത് കൗശിക്. 8 വയസ്സുകാരനായ അശ്വത് കൗശിക് ആണ് ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശജൻ. പോളിഷ് ഗ്രാൻഡ് മാസ്റ്റർ ജാസെക് സ്റ്റോപ്പയെയാണ് അശ്വത് കൗശിക് പരാജയപ്പെടുത്തിയത്. സിംഗപ്പൂരിന് വേണ്ടിയാണ് അശ്വത് മത്സരിച്ചത്. സൂര്യനേക്കാൾ 1700 മടങ്ങ് പിണ്ഡമുള്ള തമോഗർത്തം കണ്ടെത്തിയത് ഏത് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞരാണ്? ഓസ്ട്രേലിയൻ നാഷണൽ സർവകലാശാല. ഓസ്ട്രേലിയൻ നാഷണൽ സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞരാണ് സൂര്യനേക്കാൾ 1700 മടങ്ങ് പിണ്ഡമുള്ള തമോഗർത്തം കണ്ടെത്തിയത്. ഈ തമോഗർത്തമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തു. J05294351 എന്നാണ് ഈ തമോഗർത്തത്തിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര്. സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ടർഫിൽ വെച്ച് മത്സരം നടക്കുന്നത് എവിടെയാണ്? ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയം, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഗോൾഡൻ ജൂബിലി ടർഫ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് സന്തോഷ് ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായി ടർഫിൽ വെച്ച് മത്സരം നടക്കുന്നത്. അരുണാചൽ പ്രദേശിലെ UPയിലാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. കൃത്രിമ പുൽത്തകിടിയിൽ ഒരുക്കുന്ന ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് ടർഫുകൾ. കേരളത്തിലെ ഏത് ജില്ലയാണ് രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്? എറണാകുളം ജില്ല. കേരളത്തിലെ എറണാകുളം ജില്ലയാണ് രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്. ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനുള്ള കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കാർസാപ്പിന്റെ ഭാഗമായാണ് ഈ ആന്റിബയോഗ്രാം പുറത്തിറക്കിയത്. 2024 സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? സീനിയർ വിഭാഗത്തിൽ ശിവജിത്ത് ജനാർദ്ദനനും യൂത്ത് വിഭാഗത്തിൽ സ്റ്റീവ് തോമസും. 2024 സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് സീനിയർ വിഭാഗത്തിൽ ശിവജിത്ത് ജനാർദ്ദനനും യൂത്ത് വിഭാഗത്തിൽ സ്റ്റീവ് തോമസും.
2024 പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം ഏതാണ്? ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം എന്ന മലയാള ചലച്ചിത്രമാണ് 2024 പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ചിത്രമാണ് ബ്രഹ്മയുഗം. രാഹുൽ സദാശിവനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 2024 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്തിലാണ്? അമേരിക്ക. അമേരിക്കയിലാണ് 2024 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്